മേഘത്തേരിൽ വരും രാഗപക്ഷി പാട്ടിൽ പറഞ്ഞതെന്തേ. അന്ന് വയറൊക്കെ ഉണ്ട് സക്കുണ്ട് ഉള്ളില്. ആ അപ്പൊ ഇങ്ങനെ ഉണ്ടായിട്ടിരിക്കണം. അപ്പൊ ഞാനിങ്ങനെ മേഘത്തേരിൽ നിന്ന് ഞാൻ ബാക്കിൽ നിന്ന് പാടിയിട്ട് ഞാൻ ചുമ്മാ എടുത്ത് ആളത് പാടിയാ ചുമ്മാ പോസ്റ്റ് ചെയ്തു. അത് ഭയങ്കര വൈറലായി. ഞാൻ ആദ്യം മമ്മി എന്നെ ഡാൻസാ പഠിപ്പിച്ചത്. പിന്നെ ഡാൻസിന്റെ പാട്ട് പാടുന്നത് കേട്ടിട്ടാണ് പാട്ടും പാടുന്നുണ്ടല്ലോ കൊള്ളാലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ പാട്ടിലേക്ക് വന്നത്. ഫൈസലിന്റെ കയ്യിലിരിക്കുന്ന ഗിത്താറല്ല, പക്ഷെ ഫൈസലിന്റെ ആ ഹ്യൂമർ സെൻസിലാണ് ഞാൻ വീണ് പോയത്. എന്റെ സാറേ, ആക്ച്വലി അത് കറക്റ്റല്ലേ? അത് കറക്റ്റാ. ഗിറ്റാറും പാട്ടൊന്നും കേട്ടിട്ടൊന്നും ഞാൻ വീഴൂല. നമ്മളൊരു കോളേജിലായിരുന്നല്ലോ, അപ്പൊ നമ്മള് ജൂനിയർ റിയൽ എന്താന്ന് അറിയുമല്ലോ. ജൂനിയർ സീനിയർ ജൂനിയർ ആ സെറ്റപ്പ് ആയതുകൊണ്ട് അറിയില്ല. ആ സമയത്ത് ഫുള്ള് ഫണ്ണൊക്കെ ആയിട്ട് ഇങ്ങനെ അന്ന് എനിക്ക് പണ്ട് ഇഷ്ടമായിരുന്നു, ഇപ്പോഴും ഇഷ്ടമല്ല. ഒട്ടുമില്ല, ഒട്ടും വരട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരാളേ ഇല്ല. ആള് കുറച്ച് ഇൻട്രോവേർട്ടാണ്. അതിലൊക്കെ ആള് ഞാൻ വെറുതെ ഇരുന്നിട്ടുള്ളൂ. നമ്മുടെ നമ്പറായിരുന്നു. എനിക്കറിയാലോ, ഞാൻ ഇങ്ങനെ മനസ്സിൽ അങ്ങനെ വരാൻ ഒരാള് ഡിഫറെന്റ് നമ്മൾ നോട്ട് ചെയ്യൂല. ഇവനെന്താണ് അല്ല സൗഹൃദം സൗഹൃദം തന്നെ. അതല്ല ഈ ഒരു ചിലപ്പോ ഒന്നിക്കണം എന്ന് ചിലപ്പോൾ ഇപ്പൊ എടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പൊ അങ്ങനെ സൗഹൃദം നന്നായിട്ട് പോയിട്ടുണ്ടാവും. അപ്പൊ നമ്മള് സാറിന്റെ പാട്ടുകൾ കേൾക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. അപ്പൊ അതേ സെയിം സോങ്സ് നമ്മള് സാറുടെ കൂടെ അടുത്ത് നിന്ന് പെർഫോം ചെയ്യാന്ന് പറയുമ്പോ അതൊന്ന് ആലോചിച്ച്. അതുപോലെ ഞാൻ ഷോസിനായാലും എന്നെ ആദ്യമായിട്ട് ഔട്ട് ഓഫ് ഇന്ത്യ എന്നെ കൊണ്ടുവന്ന് MG ശ്രീകുമാർ സാറാണ്. ഹലോ, ഹായ്, വെൽക്കം ടു ജിഞ്ചർ മീഡിയ. ചോദിച്ചു പോവാം. അപ്പോൾ ഇന്ന് നമ്മൾ ചോദിച്ചു പോകാൻ പോകുന്നത് ഒരു 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ ഇവരെ കാണാൻ പോകുന്നത്. 6 years, എനിക്കൊന്ന് 2019 കണ്ടിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് 2016 കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവരെ പറ്റി പറയുമ്പോൾ ദേ ആർ ലൈക്ക് പെർഫോമേഴ്സ് എന്ന് പറയാനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഒരു പവർ പാക്ക് പെർഫോമേഴ്സ്. ദേ ആർ വണ്ടർഫുൾ മ്യൂസീഷ്യൻസ് ആണ്. ഒരാൾ കിടിലം കമ്പോസറാണ്, ഒരു കിടിലം സ്റ്റേജ് പെർഫോമറാണ്. ആൻഡ് ഐ ആം ഗോണ ഇൻവൈറ്റ് ദിസ് കപ്പിൾ. അവരുടെ ബ്യൂട്ടിഫുൾ ഹോമിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. ആൻഡ് ദേ ആർ ഫൈസൽ, റാസി ആൻഡ് ഷിക്ക. ഹലോ, വെൽക്കം. എന്താണ് വിശേഷങ്ങൾ? ആൻഡ് ഫസ്റ്റ് വിശേഷം ഞാൻ തന്നെ പറഞ്ഞു തുടങ്ങാം. യൂഷ്വലി നമ്മൾ അങ്ങോട്ട് ചോദിക്കില്ല എന്താണ് വിശേഷം, അത് കേട്ട് നിങ്ങൾ മടുത്തില്ലേ? അതെ, ആ വിശേഷം ഞാൻ തന്നെ പറഞ്ഞു തുടങ്ങാം. ഇവരുടെ ഓൺ പ്രൊഡക്ഷനിൽ ദ വെരി ഫസ്റ്റ് തിങ് ഈസ് കമ്മിങ്. ഈ വരുന്ന ഒരു 10ാം തീയതി ആകുമ്പോൾ റിലീസ് ആകാൻ പോവാണ്. അത് ഒരു സെലിബ്രേഷൻ സോങ് എന്ന് തീർച്ചയായിട്ടും പറയും, ഒരു ഫെസ്റ്റിവൽ സോങ് എന്ന് പറയും, ഒരു അടിപൊളി പരിപാടി. പക്ഷെ എല്ലാം പോച്ചടാ എന്നാണ് പേര്. സോ ഐ ഹേർഡ് ദ സോങ്, ഇറ്റ് ഈസ് അമേസിങ്. സോ ടെൽ മീ, ഇത് പോരെ കളിയാ ഇൻട്രൊഡക്ഷൻ? അതെ, അടിപൊളി. നമുക്ക് പ്രത്യേകിച്ച് പറയണ്ട, എല്ലാം പറഞ്ഞു. ഇത് കഴിയുമ്പോ ഒരു ബിരിയാണി, 2 ബിരിയാണി. പറയൂ. എല്ലാം പോച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ കുറേ കാലമായിട്ട് എൻ്റെ ഒരു ആഗ്രഹമാണ് ഇങ്ങനൊരു ഡാൻസ് നമ്പർ ചെയ്യണത്. എനിക്ക് ബേസിക്കലി ഡാൻസ് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഡാൻസ് ഒക്കെ കളിച്ച് പാട്ട് പാടിയ ഒരു വീഡിയോ എൻ്റെ ശരിക്കൊരു ഡ്രീം പ്രൊജക്റ്റ് ആയിരുന്നു. ആള് ഡാൻസിലാണ് ആദ്യം വന്നേട്ടോ. പണ്ട് കലോത്സവങ്ങളൊക്കെ ഫസ്റ്റ് ഡാൻസിലാണ് വന്നത്. അതിനുശേഷമാണ് പാട്ടിലേക്ക് വന്നു. പക്ഷെ അതിനുശേഷം പിന്നെ ഡാൻസ് തീരെ കുറഞ്ഞു. കാരണം പാട്ടിലേക്ക് പിന്നെ ഡാൻസ് പിന്നെ അതിനുള്ള സമയം കിട്ടിയിട്ടില്ല. ഇപ്പൊ വീണ്ടും ആള് ഡാൻസിലേക്ക് വന്നേക്കാണ്. വലിയ ബ്രേക്ക്, ഒരു 20 yearsലൊക്കെ ബാക്കിലാണ് ഇപ്പൊ ആൾ ഡാൻസ് കളിക്കുന്നത്. ഞാൻ ആദ്യം മമ്മി എന്നെ ഡാൻസാ പഠിപ്പിച്ചത്. പിന്നെ ഡാൻസിന്റെ പാട്ട് പാടുന്നത് കേട്ടിട്ടാണ് പാട്ടും പാടുന്നുണ്ടല്ലോ കൊള്ളാലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ പാട്ടിലേക്ക് വന്നത്. അപ്പൊ വിഷയത്തിൽ നിന്ന് തന്നെ പറയും, ഞാൻ പറഞ്ഞു വന്നത് എല്ലാം പോച്ചിടാ. അപ്പോൾ അതെനിക്ക് ചെറിയ നല്ലൊരു പ്രതീക്ഷയുള്ള സോങ്ങാണ്. അപ്പൊ ഈ പറഞ്ഞ പോലെ നല്ല രീതിയിലാവട്ടെ എന്നാണ് വിചാരിച്ചത്. അത്യാവശ്യം നല്ല രീതിയിലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ എല്ലാവരും പാട്ടൊക്കെ കേട്ട് പാട്ടൊക്കെ ആയിട്ട് പാടി അതുപോലെ റീൽസൊക്കെ ഡാൻസൊക്കെ കളിച്ചിടണം എന്നൊക്കെയാണ് ആഗ്രഹം. ഇത് ഞാൻ കണ്ടപ്പോഴേ ഇത് മറ്റേ ഒരു ഓണം അല്ലെങ്കിൽ ഫെസ്റ്റിവൽ അതിലൊക്കെ ഉപരി അതിന്റെ കോസ്റ്റ്യൂം ആണെങ്കിലും അല്ലെങ്കിൽ ഈവൻ ദ ഡാൻസ് ആണെങ്കിലും ഒക്കെ ഒരു ഫങ്കി പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നു. ഞാൻ ആക്ച്വലി കണ്ടു കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതൊരു മിക്സ് ആണ്, ഒരു പരിപാടി, ഒരു ഇലക്ട്രോണിക് പരിപാടി, പിന്നെ ഒരു നമ്മുടെ കൾച്ചർ. ആക്ച്വലി ഇത് ഓണ സോങ് അല്ല, ഇതൊരു തമിഴ് ഇന്ത്യ ആണ്. ബട്ട് നമുക്കിത് ഷൂട്ടൊക്കെ ചെയ്തപ്പോ
ഒരു ഓണൊക്കെ ആവാറായപ്പോ ഇതൊരു ഓണം ഒരു കൾച്ചർ ഒരു ഫീൽ ആയിട്ടൊരു ബന്ധം ഉണ്ടല്ലോ എന്ന് പറയുമ്പോഴാണ് നമ്മൾ പിന്നെ ഓണത്തിന്റെ ടൈമിൽ റിലീസ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. ആക്ച്വലി കുറച്ച് ലാഗ് വെച്ചിട്ട് റിലീസ് ചെയ്തത് 2 മാസം മുമ്പ് ചെയ്യായിരുന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു ഈ ഒരു ടൈമിലേക്ക് അപ്പൊ ഒരു എന്തായാലും ഈ ഒരു ടൈമിൽ നമ്മൾ എല്ലാവരും ഒരു ഓണത്തിന്റെ മൂഡിലാണ്. അപ്പൊ ഇത് ഈ പാട്ടും അങ്ങനെ ആവാം. പിന്നെ നമ്മുടെ പ്രൊഡക്ഷന്റെ ഫസ്റ്റ് വർക്കാണ്. നമ്മൾ കുറെ നാളായിട്ട് നമ്മുടെ ആഗ്രഹമാണ് ഒരു പ്രൊഡക്ഷൻ, ഒരു റെക്കോർഡ് ലേബൽ. അപ്പൊ ഫസ്റ്റ് പാട്ട് തന്നെ ഇങ്ങനെ ഒരു ഈ പറഞ്ഞ അടിപൊളി പരിപാടി ചെയ്യണം തന്നെയായിരുന്നു. ഒരു ഫെസ്റ്റിവൽ പ്രൊഡക്ഷൻ എന്നാണ് പേര്. ഇതിൽ കുറെ റീൽസും ഇനി ആൾക്കാർ ഇത് ഡാൻസ് ആയിട്ട് നമ്മൾ ഇതിന്റെ സ്റ്റെപ്സ് ഒക്കെ ഈ പറഞ്ഞ പോലെ ഒരു ഹുക്ക് സ്റ്റെപ്പ് വേണം എന്നൊക്കെ വിചാരിച്ച് പ്ലാൻ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ കുറച്ച് സത്യം പറഞ്ഞ അങ്ങനെ ഹുക്ക് സ്റ്റെപ്പായിട്ട് തന്നെ പ്ലാൻ ചെയ്ത് ആൾക്കാർ കളിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെ നമ്മൾ ചെയ്യുന്ന സാധനമാണ്. അത് വളരെ ഓപ്പൺലി പറയാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും. കളിക്കാനും പറ്റുന്ന സ്റ്റെപ്പായിരിക്കും. നമ്മൾ കളിക്കാൻ പറ്റും. കാണുമ്പോൾ ചിലപ്പോൾ തോന്നുമ്പോൾ യു ടഫാണ്, പക്ഷെ അങ്ങനെയല്ല, കളിക്കാൻ പറ്റും. എന്താ ക്യാച്ചി ആയിട്ടുള്ള അത്യാവശ്യം നല്ല സ്റ്റെപ്സ് ആണ്. ഈസി ആയിട്ട് അഡാപ്റ്റ് ചെയ്യാനും. പിന്നെ എന്തായാലും വീഡിയോ ഇറങ്ങുമ്പോൾ ആൾക്കാർ കാണും. അപ്പൊ അവർക്ക് മനസ്സിലാവും നമ്മൾ എന്താ പറഞ്ഞെന്നുള്ള പരിപാടി. ഇതിന് ലിങ്ക് എന്തായാലും ഞങ്ങൾ കൊടുത്തേക്കാം. യൂട്യൂബ് എടുക്കുക, ടൈപ്പ് ചെയ്യുക, യു ക്യാൻ സീ ദ എല്ലാത്തിലും, എല്ലാ ഓഡിയോ പ്ലാറ്റ്ഫോംസിലും അവൈലബിൾ ആയിട്ട്. പിന്നെ എനിക്ക് നിങ്ങളിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, ഇപ്പൊ നിങ്ങൾ കുറേ സ്റ്റേജ് ഷോസുകളൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിച്ച, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് തോന്നിയതെന്നറിയോ? ഏതായിരിക്കും? നിങ്ങളുടെ ഇത് സ്റ്റേജ് പെർഫോമൻസ് നിങ്ങൾ ചെയ്തിട്ടുണ്ട്, അതല്ലാതെ വീഡിയോ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, റിലീസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതാണ്. അത് ഏതായിരിക്കും? സ്റ്റേജ് പെർഫോമൻസ്. സ്റ്റേജിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്താണെന്നറിയോ, ഞാനിപ്പോ എം ജി ശ്രീകുമാർ സാറിന്റെ അതിലേക്ക് പോയി അതിന്റെ മൈൻഡ് ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ എന്താ അയ്യോ സാറിനെ പറ്റി എന്തെങ്കിലും പറയാൻ വിട്ടോയോ ചിന്തിച്ചോണ്ടിരിക്കോ. എക്സാമ്പിൾ ഒരു ക്ലൂ തരാം. നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളുടെ ക്യാരക്ടർ പോലെ തന്നെ വളരെ എനർജറ്റിക് ആയിട്ടുള്ള 2 ഫ്രണ്ട്സ് ഈ സിനിമയിൽ 2 ഫ്രണ്ട്സിനെ പോലെ അഭിനയിച്ച, അതിലെ നായകൻ നായിക അങ്ങനെയാണ് അഭിനയിച്ചിരിക്കുന്നത് ഈ സിനിമയിൽ. 2 കിടില ഫ്രണ്ട്സാണ് ഈ സിനിമയ്ക്കകത്ത്. ആ സിനിമ ഏതാണെന്നോ? ആ സിനിമയിലെ ഒരു പാട്ടാണ് നിങ്ങൾ പാടിയിരിക്കുന്നത്. ഞാൻ ക്ലൂ തന്നതാ. എപ്പോ പാടി? നിങ്ങൾ പാടിയതാ. ഞാൻ പറയാം. നിറത്തിലെ പ്രായം തമ്മിൽ, നമ്മൾ പ്രായം തമ്മിൽ പാട്ടാണ് എല്ലാവരും പറയുന്നത്. അത് വളരെ ബ്യൂട്ടിഫുൾ. അതിന്റെ കമന്റ്സ് ഒക്കെ നോക്കണം. അടിപൊളിയായിട്ട്. അല്ല, അതിന്റെ ക്രെഡിറ്റ് ഷിഗയുടെ. അതിലെ ഒരു സാധനം ഉണ്ട്, ഷിഗയുടെ ഒരു ഹമ്മിങ് ഉണ്ട്. അത് ലൈവിലൊന്നും അത് പാടി തെളിയിക്കാന്ന് പറഞ്ഞാൽ അത് വെച്ചാല് ശ്വാസം കിട്ടണം. ഓരോ ഷോസിനും നമുക്ക് കിട്ടുന്ന ഇന്നിയർ ഫീഡ്ബാക്ക് ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. പിന്നെ പിച്ചിങ്, ആ ഒരു സമയത്തൊരു കോൺഫിഡൻസ് ഒരു സ്ഥലത്തും ഇതുവരെ പാളിയിട്ടില്ല. എനിക്ക് പാടാൻ പറ്റില്ല അങ്ങനെയൊന്നും. ഞണ്ടൊക്കെ എവിടെയെങ്കിലൊക്കെ പാടും, പക്ഷെ ആള് പനി പിടിച്ചു വന്നാലും ആ സാധനമൊക്കെ പുട്ടുപോലെ പാടും. അപ്പൊ അത് നമുക്ക് കിട്ടുന്ന ഒരു ഓറുണ്ട്. അപ്പൊ അതിന്റെ കൂടെ നിന്ന് കൊടുക്കാന്നുള്ളതാണ്. പിന്നെ ഞങ്ങള് അത് കഴിയുമ്പോൾ ഡാൻസ് പരിപാടി ഒക്കെ രസമാണ്. ആ പാട്ട് ഭയങ്കര എൻജോയ് ചെയ്യണം. ഭയങ്കര രസാ. അതെല്ലാവരും കൂടെ പാടും. ഭയങ്കര രസാ. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ എൻ്റെ വരുമ്പോൾ എനിക്ക് ഇതൊന്ന് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പാടുവോ? എന്തെങ്കിലുമൊക്കെ തെറ്റിയാൽ കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് മേഘത്തേരി പ്ലീസ്. കറക്റ്റ് ടൈമാണ് ഇവരെ സംഗതി പാടിയത്. മേഘത്തേരിൽ വരും രാഗപക്ഷി പാട്ടിൽ പറഞ്ഞതിന്റെ മെൽറ്റിംഗ്. ഇവിടെ ഞങ്ങളുടെ ഇവിടെ പ്രൊഡ്യൂസറും അവരൊക്കെ ഇരുന്ന് കൈയടിക്കുന്നു. അല്ലെ, ശരിക്കും അല്ലേ? ഇതെനിക്കൊന്ന് നിങ്ങൾ ഇത് സ്റ്റേജിൽ പാടുന്നതിൽ അത് കഴിഞ്ഞ് എനിക്കൊന്ന് റീലായിട്ട് നിങ്ങളെ എനിക്കൊന്ന് ഷിക ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരുന്നപ്പം ഇങ്ങനെ പാടുന്നു, അപ്പുറത്തുനിന്ന് ഫേസില് ആയിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ഈ സാധനം ഇങ്ങനെ പാട്ടെന്നറിയോ? ഫസ്റ്റ് ഈ പാട്ട് നമ്മളിങ്ങനെ ഓരോന്നൊക്കെ കണ്ടുപിടിക്കുമല്ലോ. പ്രഗ്നന്റ് ആയിട്ടിരിക്കുമ്പോ, കോവിഡ് ടൈമിലാണ് പ്രഗ്നന്റ്. ആ ടൈമിൽ ഷിക ഈ റൂമിൽ ഇരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ വർക്ക് ചെയ്തു, ഇങ്ങനെ പാട്ടൊക്കെ വർക്ക് ചെയ്തിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഈ പാട്ട് പാടാം. അപ്പൊ ഈ സാധനം പുട്ടുപോലെ അറിയില്ല, പുട്ടുപോലെ പാടി. അപ്പൊ ഞാൻ ചുമ്മാ വീഡിയോ എടുത്തിട്ട് അന്നിട്ടു. അന്ന് ഭയങ്കര ആ ഒരു റിസൾട്ട്. അത് ഞാൻ പറഞ്ഞു ഈ പാടി. അന്ന് വയറൊക്കെ ഉണ്ട്, തക്കുണ്ട് ഉള്ളില്. അപ്പൊ ഇങ്ങനെ ഉണ്ടായിട്ടിരിക്കുകയാണ്.
അപ്പൊ ഞാനിങ്ങനെ മേഘത്തേരിൽ നിന്ന് ഞാൻ ബാക്കിൽ നിന്ന് പാടിയിട്ട് ഞാൻ ചുമ്മാ എടുത്ത് ആളത് പാടിയാ ചുമ്മാ പോസ്റ്റ് ചെയ്തു. അത് ഭയങ്കര വൈറലായി. അപ്പൊ ഞാൻ ആലോചിച്ചു നമുക്ക് ഇത് ബാൻഡിൽ എടുക്കണം. പിന്നെ ഷിക ആയതുകൊണ്ട് ലൈവ് അത് പുട്ടുപോലെ പാടുന്ന എനിക്ക് കോൺഫിഡൻസ്. ആള് ഒരു സാധനം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലൊന്നും ഒരു തർക്കമില്ല. ലിറിക്സ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ഈ മറവി എന്നൊക്കെ പറഞ്ഞില്ലേ, ഒറ്റ പാട്ട് നോക്കി പാടില്ല, കാണാണ്ട് പാടും. പഠിച്ച ആള് പാടും. നമ്മൾ ഉദ്ദേശിക്കണ മറവി അല്ല. ആളുടെ മറവി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൈമിൾട്ടേനിയസ്ലി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരേപോലെ തല്ലിൽ വരില്ല. ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ മറ്റേ കാര്യം അതൊന്നും മറന്നു പോകും. അങ്ങനെ നമ്മൾ തന്നെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചു. ഇപ്പൊ ആള് കാർ ഓടിക്കുക, സിമ്പിൾ എക്സാമ്പിൾ, കാർ ഓടിക്കുന്ന വരും, സംസാരിച്ച് കാർ സ്ലോ പോകും. 80 പോണ കാറാന്ന് ഇരിക്കുന്നത്, ഞാൻ സംസാരിച്ചു പിന്നെ 60 പിന്നെ 20 ലാസ്റ്റ്. അപ്പൊ ഞാൻ പിന്നെ ഓടിച്ചുണ്ടോ. കാരണം ആ കാറിന്റെ സ്പീഡ് ആള് ഓട്ടോമാറ്റിക്. നമ്മളാരും കുറയ്ക്കില്ല. എനിക്കൊന്നൊരു വിഷയമില്ല. 10 മണിക്കൂർ കാർ ഓടിച്ചിട്ട് എന്തെങ്കിലും സംസാരിച്ചു. കാർ ഓടിക്കണം നമ്മൾ അറിയാനില്ല, നമ്മൾ ഓടിച്ചോണ്ടിരിക്കും. ഇത് സംസാരം തുടങ്ങിയ ആളുടെ കാലൊക്കെ മറക്കും. പിന്നെ കാർ സ്ലോ ആയി തുടങ്ങും. പിന്നെ ഇടക്ക് 30 ഹൈവേലൊക്കെ. അപ്പൊ ഞാൻ പറയും ഞാൻ ഒന്നും ഉണ്ടല്ലോ, നീ ഓടിച്ചോളാൻ പറയും. പ്രത്യേക തരത്തിലുള്ള പ്രത്യേക ജീവിതമാണ്. ജീവിതമാണ് ബെസ്റ്റ് കളിയാന്ന്. ഓക്കെ, ശരിക്കും ഞാന് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ ഷിക്കയുടെ സ്റ്റൈലൊക്കെ ഇപ്പൊ മാറിയല്ലോ. അതെ, നേരത്തെ എനിക്ക് തോന്നുന്നു വേറൊരു സ്റ്റൈലായിരുന്നു സ്റ്റാർ ഒക്കെ. അപ്പൊ ഞാൻ ആ ടൈമില് ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യമുണ്ട്. ഷിക്കനെ ഇപ്പൊ കാണുമ്പോൾ ചോദിക്കണം എന്നുള്ള കാര്യമാണ്. അതായത് ഇപ്പൊ പാട്ടിന്റെ കാര്യം പറഞ്ഞു, ഡാൻസിന്റെ കാര്യം പറഞ്ഞു, പക്ഷെ ഷിക്ക ഈസ് എ വെരി വെരി ഗുഡ് ഒബ്സർവേഷൻ സ്കില്ലോടെ ഒരാളാണ്. ഗംഭീരമായിട്ട് നടക്കുന്നത് അങ്ങനെയൊക്കെ കറക്റ്റ് ആണോ അല്ലയോ? അതെ അതെ, കറക്റ്റ് ആണ്. അതായത് ഒരു വ്യക്തിനെ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ അതിൽ നിന്ന് ഒപ്പിയെടുക്കാവാതെ ഒപ്പിയെടുക്കുക. ഞാനത് വിചാരിച്ച മാത്രമേ ഒപ്പിയെടുക്കാൻ പറ്റുള്ളൂ. ശരിയാ, അത് ശരി. ഇത് നമുക്ക് കിട്ടും എന്നുള്ള രീതിയിൽ ആ ഒരു അല്ല, ഞാൻ വിചാരിക്കണം ഇന്നൊരു കാര്യം ചെയ്യണം, എങ്ങനെ വിചാരിച്ചാൽ മാത്രം എനിക്ക് ഒബ്സർവേഷൻ മൈൻഡ് ഉണരുള്ളൂ. അതെ അതെ അതെ. അപ്പൊ ഷീസ് എ പേഴ്സൺ ഹു ഇമിറ്റേറ്റ്സ് പീപ്പിൾ ഓൾസോ. അതെ, കറക്റ്റ് ആണോ? അത് ആ ടൈമില് ഞാനൊരു ഫണ്ടിന് വേണ്ടി ചെയ്തതാ. ഇപ്പൊ എല്ലാ കഴിവും അങ്ങനെ ഇതാക്കാനുള്ള സമയമില്ലാത്തോണ്ടാണ്. നന്നായിട്ട് ആക്ട് ചെയ്യും. ആക്ച്വലി ഓൾറൗണ്ടർ ആണ്. അതെ അതെ അതെ. പുതിയ ആരെങ്കിലും ഇമിറ്റേഷനിൽ ലിസ്റ്റിലുണ്ടോ? ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. ആ സമയത്ത് കാരണം എന്താ അറിയൂ, ഒന്നാമത് പാട്ടാണ് മെയിൻ, പിന്നെ ഡാൻസ് ഉണ്ട്, പിന്നെ ഈ പറഞ്ഞ പോലെ വീഡിയോയിലൊക്കെ നമ്മള് ചെറുതായിട്ട് ആക്ട് ചെയ്യുന്നു. അതിന് തന്നെ സമയമില്ല. അതിലും നമ്മള് എല്ലാം കൂടി ചെയ്യുമ്പോ തന്നെ കൊറേ സമയം വേണം. പിന്നെ ആക്ച്വലി ഷോ തന്നെ അത്യാവശ്യം ഉണ്ട്. പിന്നെ അതിൽ ഷോസ് നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ ഫുള്ളായിട്ട് ആക്റ്റീവ് ആയിട്ടുള്ളത് എപ്പോഴും ലൈവ് ഷോസ് ആണ്. അറിയാം, നമ്മുടെ ബാൻഡ് ഉറുമി, നമ്മുടെ പരിപാടി അതാണ്, അറിയാലോ പരിപാടി ആണ്. ഇപ്പം ഫൈസലിനെ പറ്റി പറയുമ്പോഴും നമുക്ക് ഓൾറെഡി എനിക്കൊരു 10 years ഒക്കെ അറിയാവുന്ന ഒരു വ്യക്തി തന്നെയാണ്. അപ്പം ശരിക്കും ഫൈസലിന്റെ കയ്യിലിരിക്കുന്ന ഗിത്താറല്ല, പക്ഷെ ഫൈസലിന്റെ ആ ഹ്യൂമർ സെൻസിലാണ് ഞാൻ വീണ് പോയത്. എന്റെ സാറേ, ആക്ച്വലി അത് കറക്റ്റല്ലേ? അത് കറക്റ്റാ. ഗിറ്റാറും പാട്ടൊന്നും കേട്ടിട്ടൊന്നും ഞാൻ വീഴൂല. കാരണം അതുകൊണ്ടല്ല ഫൈസൽ റാസി എന്നുള്ള ഒരാളല്ല. എനിക്ക് ഒരിക്കലും ഒരു കല അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്ട്രാ ഒരു പരിപാടി കണ്ടിട്ട് നമുക്ക് സ്നേഹിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇംപ്രസ്ഡ് ആയി ലവ് ചെയ്തിട്ട് കാര്യമില്ല, അതല്ല ഉദ്ദേശിച്ചത്. കാര്യമില്ല. ആക്ച്വലി അതൊക്കെ ഞാൻ പിന്നീട് ആക്ച്വലി കേൾക്കുന്നതും പാട്ടും ഗിറ്റാറൊക്കെ പതിയാണ് ഞാൻ കേൾക്കുന്നത്. ആദ്യം തന്നെ ഗിറ്റാറും പാട്ടൊന്നും കേട്ടിട്ടില്ല. അപ്പൊ ആ ക്യാരക്ടറുമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ആ ടൈമിൽ. അങ്ങനെയാണ് ഇങ്ങനെ നമ്മളൊരു കോളേജിലായിരുന്നല്ലോ. നമ്മള് റിയൽ എന്താന്ന് അറിയുമല്ലോ. സീനിയർ ജൂനിയർ ആ സെറ്റപ്പ് ആയതുകൊണ്ട് അറിയില്ല. ആ സമയത്ത് ഫുള്ള് ഫണ്ണൊക്കെ ആയിട്ട് ഇങ്ങനെ. അന്ന് എനിക്ക് ഫണ്ണ് ഇഷ്ടമായിരുന്നു, ഇപ്പോഴും ഇഷ്ടാ. ആ സമയത്ത് മറ്റേ ഈ ശരിക്കും പറഞ്ഞ പണ്ടൊക്കെ കോളേജിൽ ഈ റാഗിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ, അല്ലെങ്കിൽ കുറച്ച് ഇയേഴ്സ് ബാക്ക് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ പോട്ടെ. അപ്പൊ ആ ടൈമിലേക്ക് ഈ പുതിയ പിള്ളേരൊക്കെ വരുമ്പോൾ നിങ്ങൾ വരട്ടും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ആസ് എ സീനിയർ എങ്ങനെ ഉണ്ടായിരുന്നു പയ്യൻ? ഒട്ടും വരട്ടിയിട്ടില്ല. അങ്ങനത്തെ ഒരാളേ അല്ല. ആള് കുറച്ച് ഇൻട്രോവേർട്ടാണ്. അതിലൊക്കെ ആള് ഇങ്ങനെ വെറുതെ ഇരുന്നിട്ടുള്ളൂ. ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഇക്ക മാത്രമാണ് ഇങ്ങനെ ഒന്നും പറയാതിരുന്നത്. ബാക്കി എല്ലാവരും എന്നെ കൊണ്ട് പാട്ട് പാടിക്കുന്നു. നമ്മുടെ നമ്പറായിരുന്നു. എനിക്കറിയാലോ, ഞാൻ ഇങ്ങനെ മനസ്സിൽ അങ്ങനെ വരാൻ ഒരാള് ഡിഫറെന്റ് ആവുമ്പോൾ നോട്ട് ചെയ്യല്ലോ, ഇവനെന്താണ് അല്ല. ആക്ച്വലി ഞാൻ അതിന് മുമ്പ് ട്രിവാൻഡ്രത്ത് സൗണ്ട് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ കോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് വന്ന. ശരി. പിന്നീട് നമ്മൾ വീണ്ടും അടുത്ത കോളേജിലേക്ക് വരുമ്പോഴും
കുറച്ചും കൂടി ഒരു വേറെ കോളേജിൽ പഠിച്ച ആ ഒരു മെച്യൂരിറ്റി കൊണ്ടൊക്കെ ആയതുകൊണ്ട് പിന്നെ നമ്മൾ ഓവറാക്കാൻ നിന്നില്ല ആരുടെ ഓഫ് കോഴ്സ് പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. സ്റ്റാർ സിംഗർ അന്ന് പാടിയ ഒരു പാട്ടൊക്കെ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഈ പാട്ടൊക്കെ പാടും എന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു റാഗിങ് സെറ്റപ്പ് അല്ല, ഒരു ചുമ്മാ ഒരു ഐസ് ബ്രേക്ക് പോലെയൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഒരു ശരപുളി മാല എന്നുള്ള പാട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതൊന്ന് പാടുമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ട് പഠിച്ചിട്ട് ഒരു പാട്ടുകാരെ കൊണ്ട് ഒരു പാട്ട് പാടിക്കാൻ നമ്മൾ റാഗൊന്നും. പിന്നെ എങ്ങനെയാണ് ആക്ച്വലി ആ ഒരു ഇപ്പം നമ്മളുടെ ഇപ്പൊ ഒരു വ്യക്തിയുടെ ഹ്യൂമർ സെൻസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ഈ പറഞ്ഞ നമുക്ക് അങ്ങനെ ഒന്നും അറിയാൻ പറ്റില്ല. ഇത് അറിഞ്ഞു തുടങ്ങുന്ന ഒരു ടൈം വേണം, അല്ലെങ്കിൽ നമ്മൾ പരിചയപ്പെട്ട് കഴിയുമ്പോഴായിരിക്കുമല്ലോ. അല്ലെങ്കിൽ യെസ് ഹീ ഈസ് സംതിങ് എ പേഴ്സൺ ഹു ഈസ് വെരി ഫണ്ണി, അല്ലെങ്കിൽ ആ സ്പോണ്ടേനിയസ് ആയിട്ട് ഒരു ക്രാക്ക് ചെയ്യുക അല്ലെങ്കിൽ ജോക്ക് ക്രാക്ക് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു കഴിവ് തന്നെ. ഫൈസലിനെ സംബന്ധിച്ച് അത് ഹീസ് അടിപൊളി ഉണ്ട്. അപ്പോ എന്താ വെച്ചാലേ ആളിടയ്ക്ക് ഓരോ സാധനം വെള്ളിയൊക്കെ അടിക്കും, അത് നമുക്ക് കിട്ടും. അതാണ് അപ്പൊ ആള് കയറി ആരും അറിഞ്ഞില്ലെന്ന് കയറി. അപ്പൊ ഞാനിങ്ങനെ പറയും കുഴപ്പമൊന്നുമില്ല, ആരോട് പറയൂല, പക്ഷെ സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ. അതല്ലാതെ നല്ല കോമഡി പറയുന്ന ആൾ അങ്ങനെയല്ല, അങ്ങനൊന്നല്ല, നമ്മളൊക്കെ ഒരു ഡാർക്ക് ഹ്യൂമറിന്റെ ആൾക്കാരല്ലോ. ഒരു വേറെ സൈഡ് ഓഫ് ഹ്യൂമർ ആണ് നമ്മൾ എൻജോയ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു അതിനാണ് നമ്മളൊരു കണക്ഷൻ കിട്ടുന്നത്. പ്ലസ് ഒരു മൈൻഡ് ടു മൈൻഡ് കണക്ഷൻ കൂടെ വന്നപ്പോൾ ഓഫ് കോഴ്സ്. പിന്നെ നമ്മളൊരു ബാൻഡ് ഫോം ചെയ്തു, കോളേജിൽ ഒരുമിച്ച് പാടുന്നു, കമ്പോസ് ചെയ്യുന്നു. പിന്നെ മൊത്തത്തിൽ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് ആണ്, മ്യൂസിക്കാ പഠിച്ച, കർണാട്ടിക് BA കർണാട്ടിക് പഠിച്ച. അപ്പൊ ഫുള്ള് മ്യൂസിക് ആണ്. അപ്പൊ അതെല്ലാം കൂടി നമുക്കിത് നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി. പിന്നെ അതങ്ങനെ തുടരാം എന്ന് വിചാരിച്ചു. അത്രയൊക്കെ തന്നെ കണ്ടിന്യൂ ചെയ്യാന്ന് വിചാരിച്ചു. പിന്നെ ഹാപ്പി ആയിട്ട് പോവാം. ഇപ്പൊ ഹാപ്പി ആയിട്ട് അതുകൊണ്ട് പോകണം. പിന്നല്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, അന്ന് ഫൈസല് പ്രപ്പോസ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ സൗഹൃദം ഇപ്പോഴും ഒരു സൗഹൃദം പോലെ തന്നെ പോകത്തില്ലായിരുന്നോ? ഞാൻ ശരിയോട് ചോദിക്കാം അല്ലേ? അതല്ല, ഈ ഒരു ഇപ്പൊ ഒരു നിങ്ങൾ ചിലപ്പോ ഒന്നിക്കണം എന്ന് ചിലപ്പോൾ ആ ഒരു പ്രപ്പോസൽ ഇപ്പൊ എടുത്തില്ലായിരുന്നെങ്കിൽ ഇപ്പൊ അങ്ങനെ സൗഹൃദം അങ്ങനെയായിട്ട് പോയിട്ടുണ്ടാവും. സ്റ്റെപ്പ് എടുത്ത് നന്നായി ഭാഗ്യം എന്റെ ഭാഗ്യം. ഞാൻ ഇവിടെ പറയും അതെന്റെ ഭാഗ്യം തന്നെയാ. അല്ല തിരിച്ച് അടിപൊളി അടിപൊളി. അതെ, എന്നെ സംബന്ധിച്ച് ഇതൊരു നിമിത്തമായിട്ട് തോന്നിയിട്ടുള്ള കാര്യം ഞങ്ങളുടെ ഒരു ഒന്നിക്കല്. ഇപ്പം ഈ നമ്മൾ ചിലപ്പോൾ ഈ മാരേജിന് മുമ്പ് തന്നെ ചിലപ്പോൾ പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം. ഇപ്പം ചിലപ്പോൾ ഇൻ ഫ്യൂച്ചർ നമ്മുടെ കുട്ടിയുടെ പേര് അല്ലെങ്കിൽ അല്ലേ, അങ്ങനെ എനിക്കൊന്ന് ഈ നിലാവ് എന്നുള്ള പേര് വരെ നിങ്ങൾ യു ഗൈസ് പ്ലാൻഡ് അല്ലേ? നമ്മള് പ്ലാൻ ഉണ്ടായിരുന്നു. പെൺകുട്ടിയാണ് നിലാവാണെന്ന്. ആൺകുട്ടിക്ക് ഇതുവരെ പ്ലാൻ ആയിട്ടില്ല. ഇല്ല, നമ്മള് വിചാരിച്ചു ലാസ്റ്റ് ആൺകുട്ടിയാണെങ്കിലും നമുക്ക് നിലാവ് എന്നുള്ള പേര് വിട്ടളയണ്ട, അതന്നെ ഇടാം എന്ന് വെച്ചിട്ട്. അങ്ങനെ ആൺകുട്ടിക്ക് എങ്ങനെ നോക്കിയിട്ടും എനിക്കൊരു പേര് കിട്ടുന്നില്ല. ലാസ്റ്റ് നമ്മൾ വിചാരിച്ചില്ല, നമ്മള് നിലാവിനെ ഇപ്പൊ ഞാൻ പ്രഗ്നന്റ് ആയിരുന്ന ടൈമില് ഒരു പാട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിലാവിന് വേണ്ടി ഒരു പാട്ട്, നിലാവെന്നല്ല നമ്മൾ വരുന്ന കുട്ടിക്ക് വേണ്ടി ഒരു പാട്ട്. ആഷിയാൻ എന്നാണ് പേരിട്ടെ. ആഷിയാൻ ആ പാട്ടിന്റെ പേര്. അതൊരു ട്രാവലർ എന്നൊക്കെ ഉള്ള രീതിയിൽ അർത്ഥം വരുന്ന ഒരു ഉറുദു ഇതാണ് ആഷിയാൻ എന്നൊരു പേരിട്ടെ. ശരി ശരി. അപ്പോ നമുക്ക് ആൺകുട്ടിയാണെങ്കിൽ എന്ത് പേരിടണം എന്നുള്ളൊരു എന്ത് ചെയ്തിട്ട് ഒരു പേര് കിട്ടുന്നില്ല. കൊറേ ആലോചിച്ചു. എല്ലാം മഴ, അരുവി എല്ലാം ഗേൾസ് ആണ്. ഒരു ആണിന് എന്ത് അങ്ങനെ ലാസ്റ്റ് നമ്മൾ അന്ന് ആശയ എന്നൊക്കെ ഇടാന്നൊക്കെ ഉള്ള പ്ലാൻ ആയി. പക്ഷെ നമ്മുടെ ആഗ്രഹം പോലെ അടിച്ചപ്പോ പെണ്ണ അത്ര ഉള്ളു. ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പെൺകുട്ടി. ഞങ്ങള് വിചാരിച്ച പോലെ കറക്റ്റ് ഒരാള് കിട്ടി. ഞങ്ങൾ എപ്പോഴും പറയും ഞങ്ങൾ വിചാരിച്ച പോലെ തന്നെ ഒരാള്. അതേപോലെ തന്നെ ഇവളെ പോലെ തന്നെ. അപ്പൊ ചില സമയത്ത് തോന്നില്ലേ, ഇപ്പൊ ഈ കുട്ടികളൊക്കെ എന്തെങ്കിലും കുരുത്തക്കേടും പരിപാടികൾ തോന്നുമ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഒരു കാര്യമാണ്, ഈ അച്ഛൻ്റെ ഈ സ്വഭാവം തന്നെ, ഈ അമ്മയുടെ ആ വികൃതി തന്നെ എന്ന് പറയത്തില്ലേ? അങ്ങനെ നിങ്ങൾ രണ്ടുപേരുടെയും സ്വഭാവം അലമ്പ കാണിക്കുമ്പോ എന്റെ തലയിലിടും. ഞാൻ പറയും ഡാഡിയുടെ മോള് തന്നെ നല്ല ടാലന്റ് കാണാൻ പറയും. എന്റെ കഴിവ് നല്ല കാര്യങ്ങൾ വരുമ്പോ പറയും എല്ലാം എന്റെ കഴിവാണ്. എന്റെ മോള് തന്നെ പറയും. തന്റെ മോള് തന്നെ പറയും. സംഭവം കിട്ടിയത് ഭാഗ്യമൊക്കെ തന്നെ. പക്ഷെ അത് വിചാരിച്ചാൽ എപ്പോഴും പൊക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ആക്ച്വലി ഏറ്റവും കൂടുതൽ വികൃതി സൈഡ് കിട്ടിയേക്കുന്ന നിങ്ങൾ ആരുടെയാണ്? എന്റെ ആയിരിക്കും. ഞാനാണ് കുറച്ച് അങ്ങനെ ഉള്ളത്. ഒന്നിച്ച് പറയാറുണ്ട് ഭയങ്കര അലമ്പ. ഞാൻ കുറച്ച് എക്സെൻട്രിക് ആയിരുന്നു പണ്ടൊക്കെ. അപ്പൊ അത് കൊച്ചിനുണ്ട്. ആണല്ലേ? സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇടിയൊക്കെ ഉണ്ടാക്കുമായിരുന്നു? ഇടിയൊന്നുമല്ല, ഞാൻ അങ്ങനെ വെറുതെ ഇരിക്കൂല. ഫുള്ള് കളി ഒരു ആയിരുന്നു. പക്ഷെ
ഒരു സമയം ഇപ്പൊ ഭയങ്കര ഇതായി. കാം മറ്റേ ക്വയറ്റ്. ആ ഇപ്പോഴും ഞാൻ അങ്ങനെയാണ്. ഇപ്പൊ നമ്മള് അത്ര പരിചയമുള്ളവരുടെ അടുത്ത് നമ്മള് അങ്ങനെയുള്ള നമ്മൾ കംഫർട്ടബിൾ സീനിൽ നമ്മളെല്ലാ മനുഷ്യന്മാരും കംഫർട്ടബിൾ ആയിരിക്കും. സത്യം. പക്ഷെ പുറമെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഭയങ്കര ഇൻട്രോവേർട്ട്. ചിലരെങ്ങനെയാ, ചിലര് എല്ലാവരുടെ അടുത്തും ഭയങ്കര ബ്ലാസ്റ്റ് ആയിട്ട് സംസാരിക്കും. ചിലര് മറ്റേ ആംബിവേർഡ് പരിപാടി. കംഫർട്ട് സോണിലാണെങ്കിൽ ദേ ആർ ലൈക്ക് ബ്ലാസ്റ്റ്. അല്ല, കംഫർട്ട് സോണിൽ എനിക്ക് തോന്നുന്നത് എല്ലാവരും അടിപൊളിയായിരിക്കും. അതെ, നമ്മള് കംഫർട്ട് സോണിലാണ്. ഇപ്പൊ നമ്മളത്ര അറിയുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്ര അടിപൊളി. ഇത്ര ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോ ഇന്റർവ്യൂന്റെ പകുതി ലാസ്റ്റ് ആവും. ഞാൻ എന്തെങ്കിലും സെറ്റ് ആവണമെങ്കിൽ നമ്മ 10 കൊല്ലം മുമ്പേ എന്നെ ഇന്റർവ്യൂ ചെയ്താൽ 2016 ആ ടൈമിൽ തന്നെ. പിന്നെ ഇപ്പം ഷിഖയോട് കുറെ ക്വസ്റ്റ്യൻസ് ആൾക്കാർ ചോദിക്കുന്നതായിരിക്കും, മറ്റേ ഹെയർ കട്ടിന്റെ കാര്യം, അല്ലെങ്കിൽ പെർഫോം ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു സ്വാഗ്. കാരണം എനിക്ക് തോന്നുന്നു ഷിഖ ആൾക്കാർ നോട്ട് ചെയ്ത് തുടങ്ങിയത് തന്നെ, ഷിഖ പെർഫോം ചെയ്യുമ്പോൾ തന്നെ യു ഡാൻസ് ആൻഡ് എന്റർടൈൻഡ്, ഒരു കണക്ഷൻ വിത്ത് ദാറ്റ് പെർട്ടിക്കുലർ ക്രൗഡ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ സിംഗർ, വെറുതെ പാടി ഇറങ്ങുന്നതിലുപരി. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഷീസ് എ പെർഫെക്റ്റ് പെർഫോമർ. അപ്പൊ അതിന് കിട്ടുന്ന കോമന്റ്സും അല്ലെ അതിന് ആൾക്കാർ ലൈവായിട്ട് കിട്ടുന്ന കോമന്റ്സിനൊക്കെ എങ്ങനെ അത് ഭയങ്കര ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ലൈവ് ഷോ ഒന്ന് ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ഹാപ്പിനെസ് ആണ്. പ്രത്യേകിച്ച് എൻ്റെ ബാൻഡിലും നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഓഡിയൻസിൻ്റെ ആ ഒരു റിയാക്ഷൻ നമുക്ക് ആ സ്പോട്ടിൽ ആ മൊമെന്റിൽ നമുക്ക് കിട്ടുവാണ്. അവരുടെ സ്നേഹവും അവരുടെ കൂടെ പാടുന്നതും ആ മൊമെന്റിൽ നമുക്ക് അവരുടെ കണ്ണിൽ നമുക്ക് അറിയാൻ പറ്റും. അത് വല്ലാത്തൊരു ഹാപ്പിനെസ് തരുന്ന ഒരു ഫീലാണ്. അതുപോലെ ഈ പെർഫോം ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഇപ്പൊ നിന്ന് പാടുമ്പോൾ എല്ലാവരും കേൾക്കും, എൻജോയ് ചെയ്യും, അതൊക്കെ ശരിയാണ്. പക്ഷെ നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ അവരായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ശരിക്കും നമ്മളും അവരും ഒന്നാവും. അതൊരു വല്ലാത്തൊരു മൊമെന്റാണ്. സെപ്പറേഷൻ ഇല്ലാതെ നമ്മൾ ഒന്നായിട്ടായിരിക്കും. പിന്നെ ഒരു ഫസ്റ്റ് ഒരു 3 songs കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നിച്ചാണ് ഒരു ജേർണി അവസാനം. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും അവർ നമ്മുടെ കൂടെ ഉണ്ടാവും. അവർക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ അവരെ, പിന്നെ നമ്മളൊരു ഒന്നിച്ചുള്ളൊരു സ്വന്തം വീട്ടിലെ കുട്ടി നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന പോലെ ഒരു ഫീൽ തോന്നും. സത്യം അങ്ങനെ ആവും. അത്രയും അങ്ങനെ പിന്നെ അതിന്റെ വെച്ചാൽ നമ്മൾ ഡൗൺ ആയ അവർ ഡൗൺ ആവും. അതെ അതെ അതെ. നമ്മളെപ്പോഴും അവർ ഡൗൺ. കാരണം അവരുടെ സാധനം നമ്മുടെ കിട്ടും, അവർ നമുക്ക് തരും. പിന്നെ നമ്മുടെ ചരട്. പിന്നെ നമ്മളെങ്ങനെ കൊണ്ടുപോകുന്നു അതിനനുസരിച്ചിരിക്കും ആ ഷോ. നമ്മളെങ്ങനെ പ്ലാൻ ചെയ്യുന്നു അതിനനുസരിച്ച് ഹൈ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. ഓരോ ഓഡിയൻസും ഇപ്പോൾ കോളേജ് ഓഡിയൻസ് പോലെ സ്റ്റുഡൻസ് പോലെ ആയിരിക്കില്ല പബ്ലിക് വരുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ഷോവും ഓരോ ഓഡിയൻസിനനുസരിച്ചായിരിക്കും നമ്മുടെ ആ ഒരു പോക്ക്. നമ്മൾ അവരെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ചില സോങ്സ് നമ്മൾ ചിലപ്പോൾ മാറ്റും. കോളേജിലാണെങ്കിൽ അതിനനുസരിച്ച് മാറ്റും. അപ്പൊ നമ്മൾ അവരുടെ ആ ഒരു ഇത് മനസ്സിലാക്കി നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒന്നിച്ചായിരിക്കും. അതെ. അപ്പൊ പിന്നെ അവര് വീണ്ടും again they will call only Shiga. അങ്ങനെ ഉണ്ടല്ലോ, റിപ്പീറ്റഡ്ലി ആൾക്കാർ ചൂസ് ചെയ്യുമല്ലോ. നമ്മളൊരു മാരേജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരാളെ വ്യക്തി മനസ്സിലാക്കി തന്നെ ആയിരിക്കും മാരേജ് ചെയ്യുന്നത്, ഫോർ ഷുവർ. അല്ല, ഇപ്പൊ നിങ്ങൾ അങ്ങനെ ആയിരുന്നു. പക്ഷെ നിങ്ങൾ മാരേജ് കഴിഞ്ഞു, ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി, അത് കഴിഞ്ഞ് പരസ്പരം മനസ്സിലാക്കിയ ഒരു ക്വാളിറ്റി എന്തായിരിക്കും അല്ലേ? അതൊരു നല്ല ക്വസ്റ്റ്യൻ. അങ്ങനെ ചോദിച്ചിട്ടുണ്ടാണോ പലരും. ഒരു ജെന്യൂനിറ്റി തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഇടയിൽ. അങ്ങനെ ഒരു എന്താ പറയുക, നല്ല ക്വാളിറ്റീസ് എന്നൊക്കെ പറയില്ലേ, ഒരു മനുഷ്യന് വേണ്ട ബേസിക് ക്വാളിറ്റി ഇല്ലേ. ഒരു മെയിനായിട്ട് ഒരു ജെന്യൂനിറ്റി, എന്ത് കാര്യത്തിലും ഒരു ജെന്യൂനിറ്റി, ഒരു എത്തിക്സ്, എന്ത് കാര്യം എത്തിക്സ്, ഒരു എംപതി, ലോയൽറ്റി, അതൊക്കെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമല്ല, അത് ബേസിക് വേണ്ട സാധനമാണ്. എനിക്കത് ഭയങ്കര കാര്യമാണ്. അത് അങ്ങനെയുള്ളവരെ, അങ്ങനെ ഇല്ലാത്തവരെ എനിക്ക് കാര്യം കുറവാണ്. ആണല്ലേ? എനിക്ക് അതൊക്കെ ഭയങ്കര എത്തിക്സും എംപതിയൊക്കെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ്. അതെ, എത്തിക്സ് ഇല്ലാത്തവരെ നമ്മൾ കാണുമ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് മിണ്ടുമായിരിക്കും, എന്നാലും ആ ഒരു ക്ലോസ് ആവാനുള്ള ഒരു ഇത് അങ്ങോട്ട് പോകും. അങ്ങനെ എല്ലാവരും കള്ളന്മാരാണ്, എന്നാലും ഒരു എത്തിക്സ് ഉണ്ടല്ലോ, ഒരു പോയിന്റ് ഉണ്ട്, ഒരു ത്രഷോൾഡ് ഉണ്ടല്ലോ. അത് കഴിഞ്ഞാൽ നമ്മളൊരു ആ ഒരു എത്തിക്സ് കാണിക്കണം. സത്യം, ഒരു മിനിമം എത്തിക്സ് ഇല്ല. നമ്മളെല്ലാം ഓപ്പൺ ആണ് എന്തുണ്ടെങ്കിലും. അതാണ് കണ്ടത്. ഫൈസലിന്റെ തിരിച്ചു ചോദിക്കുവാണെങ്കിലോ, എനിത്തിങ് അതോ? ഞാൻ അതൊക്കെ പറയാം, എനിക്ക് ലോയൽറ്റിയും മനുഷ്യന്മാരെ എങ്ങനെ കാണുന്നു എന്നുള്ളതൊക്കെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എംപതി എന്നുള്ള സാധനമൊക്കെ. പിന്നെ നമ്മൾ ആൾക്കാർക്ക് വേണ്ടി എന്ത് കാണിച്ചു കൂട്ടുന്നുള്ളതിലൊന്നും എനിക്ക് വലിയ ഡ്രാമ ഒന്നും എനിക്ക് വലിയ താല്പര്യമില്ല. അപ്പം എനിക്കതൊക്കെ കുറച്ച് വീടാവും. അതൊക്കെ ആക്ച്വലി ഞങ്ങള് വളരെ, അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ആള് ഭയങ്കര ഓപ്പൺ സെറ്റപ്പാണ്. പിന്നെ ഈ മിണ്ടുമ്പോഴേക്ക് പിണങ്ങുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. പിണങ്ങിയിരിക്കുക, അങ്ങനത്തെ പരിപാടി നമുക്ക് കോമൺ ആയിട്ട് ഇല്ല. സംസാരിക്കുക, തീർക്കുക. ഇതുവരെ ഞങ്ങള് അരമണിക്കൂറിലും പണിയിരുന്നില്ല ഇത്ര കാലമായിട്ട്. പരിപാടിയില്ല, സംസാരിച്ച് തീർക്കുക. പിന്നെ അത് കഴിഞ്ഞ കേസ് പിന്നെ എടുത്തിടാണ്ടിരിക്കുക. പണ്ടത്തെ കേസ് പിന്നെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ പണ്ടത്തെ കേസ് പിടിച്ചിടുക, അങ്ങനത്തെ ഒരു അതൊക്കെ തോന്നുന്നു. അതൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ഇത് ഒരു സ്ഥലത്ത് തീരൂല്ല. നമ്മള് സംസാരിച്ച് അത് കഴിഞ്ഞു,
അത് ആർഗ്യുമെന്റ് കണ്ടിന്യൂ ചെയ്തു പോകും അങ്ങനെ വരുമ്പോൾ. നമ്മളത് ഓൾറെഡി നമ്മൾ പറഞ്ഞ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് ഇപ്പൊ ഞങ്ങള് ഫുള്ള് കണ്ടന്റ് ഒക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ എഴുതി വെച്ച് ബോർഡിൽ അവിടെ എഴുതി വെച്ച് ഞാൻ കണ്ടു. അതിനു വേണ്ടി രാവിലെ മുതൽ ഇവിടെ അത് ചെയ്യാൻ വേണ്ടി ഒരു ഒച്ചപ്പാടാണ്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമല്ലോ നമുക്ക് വേറെ എന്തെങ്കിലും. പിന്നെ അവിടെ ഉള്ളപ്പോ മോളുണ്ട്, മോളായിട്ടുള്ള ടൈമും ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്യും. വെരി മച്ച് അല്ലേ? അതെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം നമുക്ക് എവ്രിബഡി ഈസ് നോട്ട് പെർഫെക്റ്റ് എന്ന് പറയില്ലേ, ചിലർക്ക് ചില ശീലങ്ങൾ മാറ്റിയാൽ നല്ലതായിരിക്കും. അങ്ങനെ അതുകൂടെ ഞാൻ മ്യൂച്വലി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ശീലം മാത്രം ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് കുറച്ചൊന്ന് ഓക്കെ ആക്കിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നുന്ന ദാറ്റ് വൺ തിങ് എന്തായിരിക്കും ഫൈസലിന്റെ? തിരിച്ച് ഞാൻ ചോദിക്കാവേ, എന്റെ ശീലമാണോ? ഫൈസലിന്റെ ഈ ഒരു ശീലം മാത്രം ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്താൽ അല്ലെങ്കിൽ ഒന്ന് മാറ്റിയാൽ നന്നായിരിക്കും. ബാഡായിട്ടുള്ള ഞാൻ പറയാം. ഒന്നുള്ളത് അത് ശരിക്കും അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പ്ലീസിങ് എന്ന് പറയില്ല, നമ്മൾ ഭയങ്കര പ്ലീസിങ് എന്ന് പറയില്ല, അങ്ങനെ ഒരു ആളല്ല. നമ്മളിപ്പോ ഒരാളെ കാണുമ്പോ അപ്പൊ തന്നെ ചിരിക്കുക, അങ്ങനത്തെ ചിലപ്പോ ആള് ഉള്ളിൽ ചിരിക്കുന്നുണ്ടാവും, പക്ഷെ പുറത്ത് ഫേസിൽ വരില്ല. അപ്പൊ ചിലപ്പോ അപ്പുറത്ത് നിൽക്കുന്ന ആള് വിചാരിക്കും ഇവൻ എന്താ ഇങ്ങനെ, അങ്ങനെയൊക്കെ തോന്നും. എന്തായാലും പിടിക്കാൻ പറ്റില്ല ആൾക്കാർക്ക്, എന്റെ ഫേസും മനസ്സിലാവില്ല, ഉള്ളെന്താ ആദ്യമായിട്ട് കാണുന്നവർക്ക് കുറച്ചേരം സംസാരിച്ചാലും ഇയാൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് പിടിക്കാൻ പറ്റില്ല. എല്ലാവരും എന്നോട് പറയും, നമ്മുടെ മൈൻഡ് ഭയങ്കര ശാന്തമാണ്, പക്ഷെ അത് ഓരോ ക്യാരക്ടറാണ്. ഞാൻ അങ്ങനെ പെട്ടെന്ന് ചിരിക്കില്ല എന്നാ എല്ലാരും പറയും. നമ്മുടെ മുഖത്തായ സാധനം ഇപ്പൊ ഇങ്ങനെ ഈ സാധനം വരില്ല. പക്ഷെ അത് ഈ പറഞ്ഞ നമ്മുടെ ഈ ഫീൽഡിലൊക്കെ ഭയങ്കര മോശമാണ്. നമ്മളൊരാളെ കാണുമ്പോ ഫസ്റ്റ് തന്നെ നല്ല ചിരിക്കുക, സംസാരിക്കുക എന്നുള്ളതൊക്കെ വളരെ നല്ലൊരു സ്വഭാവമാണ്. ഫേസിൽ വരില്ല എന്നുള്ളത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരാളെ കാണുമ്പോൾ തന്നെ നമ്മള് ഇങ്ങനെ ഒരു ചിരി നമുക്ക് വരത്താലോ. ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ചിരിക്കുന്ന പോലെ ചിരിച്ചാൽ മതി. പക്ഷെ നമ്മള് അത് ആലോചിക്കുമ്പോൾ ഞാൻ ചിരിക്കും കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ എഫോർട്ട് എടുത്ത് ചെയ്യാം, പക്ഷെ ഓട്ടോമാറ്റിക്കലി വരില്ല. ആള് ചിരിക്കുന്നുണ്ടെന്നാണ് ആളുടെ വിചാരം. അതായത് ഇപ്പൊ ഒരാളെ കാണുമ്പോൾ നല്ലോണം ചിരിച്ചു എന്നാണ് ആള് വിചാരിക്കണേ. പക്ഷെ പുറത്തേക്കുന്ന എനിക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ ഇങ്ങനെ കാണിക്കാം. അപ്പൊ ഞാൻ പറയും ഞാൻ ഇങ്ങനെ കാണിക്കാം, അപ്പൊ ചിരിക്കണം. ചിരി കുറവുള്ള സമയത്ത് ഇങ്ങനെ കാണിക്കാം. അപ്പൊ ആളിങ്ങനെ കാണിക്കും, ഇങ്ങനെ സിഗ്നൽ കാണിക്കും. ഭയങ്കരമായിട്ട് കാണില്ല. ഇപ്പൊ നമ്മളിപ്പോ ഇന്റർവ്യൂ തന്നെ ചെയ്യാൻ വിചാരിക്കാം, എന്റെ ചിരി പറഞ്ഞ അവളിങ്ങനെ കാണിക്കും, അപ്പൊ ഞാൻ ചിരിക്കും. നിങ്ങളറിയില്ലത്, അവളിങ്ങനെ ഇങ്ങനെ കാണിക്കും. അപ്പൊ ഞാൻ ആലോചിക്കും, അയ്യോ ഞാൻ കലിപ്പിലുള്ള ഇരിക്കണം. അപ്പൊ ഞാനിങ്ങനെ ഫേസ് കുറച്ചൊന്ന് ശരിയാക്കിയാ കൊള്ളാം. പക്ഷെ നമുക്കൊന്നും പറയാൻ പറ്റില്ല, അത് അങ്ങനത്തെ ഒരു നേച്ചർ ആയി പോയില്ലേ. അറിയാവുന്നവർക്ക് ട്രൈ ചെയ്യുന്നുണ്ട്, ആളിങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, തിരിച്ച് ഞാൻ ചോദിക്കുന്നു, അതായത് ഷിക്കയുടെ ഇതില് ഈ ഒരു ശീലം ഒന്നും മാറ്റി കുറച്ച് മറവി, കുറച്ചൊന്ന് ഭയങ്കര മറവിയാ, ആരണാന്ന് വിളിക്കാം. അത്രയ്ക്ക് ഇതാണോ? ഭയങ്കര പ്രശ്നം. ഇപ്പൊ എറണാകുളത്ത് എത്ര കൊല്ലേ നമ്മൾ താമസിക്കുന്നത്? ഒരു 10 കൊല്ലം കൂട്ടിക്കോ. ഇപ്പോഴും ഇവിടുന്ന് നമ്മള് അപ്പുറത്തെ ഹൈവേ റോഡിലേക്ക് കയറിയാല് വൈറ്റിലേക്ക് റൈറ്റ് ആണോ ലെഫ്റ്റ് ആണോ അറിയില്ല. അതും അങ്ങനെ ആൾക്ക് ഈ ജോഗ്രഫി പിടിക്കാനൊന്നും അറിയില്ല ഇപ്പോഴും. 18 വയസ്സ് മുതൽ കാർ ഓടിക്കുന്ന ആളാണ്. ഒറ്റക്ക് ട്രിവാൻഡ്രത്തൊക്കെ പോയി വരുന്ന ആളാണ്. ഇപ്പോഴും ഇവിടെ നിന്ന് അങ്ങോട്ട് മനസ്സിലായി, തമ്മരത്ത് അങ്ങോട്ട് കടന്നാല് റൈറ്റിലേക്ക് റൈറ്റ് ആണ്, എടപ്പള്ളിക്ക് ലെഫ്റ്റ് ആണ് നമുക്കറിയാലോ. അല്ലെങ്കിൽ പാലാട്ട് നിന്ന് റൈറ്റിലേക്ക് ആക്കനാട്, ലെഫ്റ്റിലേക്ക് പാലാട്ട് ആള് റൈറ്റിലേക്ക് അനുഭവിക്കും. ചിലർക്ക് ആ സാധനം ഉണ്ട്, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലർക്ക് ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ, ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ച് ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ മാപ്പില്ലാതെ പോവാം. നമ്മൾ ഓരോ സ്ഥലമൊക്കെ കണ്ടുപിടിച്ചിട്ട്. പിന്നെ കുറച്ച് മറവി എല്ലാം അവിടെ എല്ലാത്തിലും മറവുണ്ട്, ഭയങ്കര മറവ്. ആക്ച്വലി എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. കാരണം ചിലർ വിചാരിക്കും ഞാൻ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യുന്നതാക്കുന്നൊക്കെ വിചാരിക്കാറുണ്ട്. ചിലപ്പോൾ ചിലർ വിളിക്കാൻ പറയാ, ചില കാര്യങ്ങൾ അയക്കാൻ പറയുമ്പോ ഒക്കെ പ്രൊഫഷനായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം വരുമ്പോഴും ഞാൻ ഒട്ടും കെയർലെസ് അല്ല. ഞാൻ ഭയങ്കര സീരിയസ് ആണ്. എല്ലാ കാര്യങ്ങളും ആരെന്ത് പറഞ്ഞാലും വളരെ സീരിയസ് ആയിട്ട് എടുത്ത് ഞാൻ ചിലപ്പോൾ എഴുതിയൊക്കെ വെക്കും മറക്കാതിരിക്കാൻ വേണ്ടി. പക്ഷെ എഴുതി വെക്കാൻ ഓർമ്മ വേണ്ടേ, മനസ്സിലായോ? അങ്ങനെ ഭയങ്കര എഫേർട്ട് ഇടുന്ന ആളാ. ഞാൻ ഇത്ര ഒരു പാട്ടൊക്കെ പഠിക്കാനായിട്ട് എല്ലാം പാട്ടിരുന്ന് എഴുതി പഠിക്കും ഇപ്പോഴും. അങ്ങനെയൊന്നും ഞാനൊക്കെ കണ്ടല്ലോ, അത്ര എഫേർട്ട്. പക്ഷെ ആളുടെ ഇടയ്ക്ക് ഇങ്ങനെ അപ്പൊ അപ്പുറത്തെ ആള് വിചാരിക്കും ചിലപ്പോ അഹങ്കാരം കൊണ്ട് വിളിക്കാത്തതായിരിക്കും, അല്ലെങ്കിൽ അഹങ്കാരം കൊണ്ട് മെസ്സേജ് അയക്കാത്തതായിരിക്കും.
അതൊന്ന് കേട്ടോളൂ കേട്ടോ ആൾക്കാർ. അങ്ങനെ മെസ്സേജ് അയക്കാൻ മറക്കുക, റിപ്ലൈ ചെയ്യാൻ അങ്ങനെ മറക്കുക. പിന്നെ ഓരോ സാധനങ്ങൾ ഇപ്പൊ US-ലേക്ക് പോയപ്പോ കുറേ സ്ഥലത്ത് വെച്ച് ഐപാഡ് മറന്നു നോക്കിട്ട് ഓരോരുത്തർ കൊണ്ടുകൊടുക്കുക. അത് ഒരാവശ്യം മറന്നു നോക്കുന്നു, ഒരാൾ കൊണ്ടുകൊടുക്കുന്നു, പിന്നെ എയർപോർട്ടിൽ മറക്കുന്നു, പിന്നെ കൊണ്ടുവയ്ക്കുന്നു, പിന്നെ എയർപോർട്ടിൽ ബാത്റൂമിൽ മറന്നു വെച്ചിട്ട് ആള് പോയി. അപ്പം ആ എയർപോർട്ട് എടുത്ത് നോക്കിയിട്ട് അൺലോക്ക് ചെയ്യാൻ നോക്കിയപ്പോ ഇയാളുടെ മുഖം കണ്ടപ്പോ ഏതോ ഒരാൾ ഈ മുഖം കണ്ട് നോക്കി വന്നിട്ട് ഇയാൾക്ക് എടുത്തു കൊടുത്തു. വാൾപേപ്പർ ഫേസ് കണ്ടിട്ട് ഇങ്ങനെ നോക്കി ഇത് പിടിച്ചു. അങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്. അതൊക്കെ ചില സമയത്ത് നമുക്ക് അത് മറന്നു പോയി എന്നുള്ളത് ഞാൻ അറിയില്ല. അതുപോലും അതാണ്. അപ്പം ഇത് പണ്ടോട്ടെ എങ്ങനെയായിരുന്നു? സ്കൂൾ പഠിക്കുമ്പോൾ ആരാണെന്ന് വിളിക്കുക, വരുമ്പോ കേരള സ്റ്റുഡന്റ് എന്നുള്ള ഇത് വരുമായിരുന്നു. കേരളസ് എന്നല്ല, പക്ഷെ ഈ ഒരു സ്കൂളിലൊക്കെ നല്ല സ്റ്റുഡന്റ് ആയിരുന്നു. അങ്ങനെയാണ് കേട്ടത്. സത്യം ക്ലാസ് ഫസ്റ്റും ഇതായിട്ട് ബന്ധമില്ല. ശരിയാ, ഞാൻ പഠിക്കൊക്കെ ചെയ്യാം. അതൊക്കെ പഠിക്കുന്ന കാര്യം ഓർമ്മ ഉണ്ടാവും. പഠിക്കുന്ന കാര്യം ഓർമ്മയുണ്ട്. ഒരു എക്സാമ്പിൾ സ്കൂളിലെ ഒരു എക്സാമ്പിൾ, സ്കൂൾ ടൈമില് ഈ ഒരു മറവി കൊണ്ടുള്ള ഒരു ഉണ്ടായ എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് മാറിയിട്ട് പഠിച്ചിട്ട് പോയി എക്സാമിന്. മമ്മീനെ കൊറേ അടിച്ചോ. നമ്മളൊക്കെ ആമ്പിള്ളേര് പിന്നെ കെയർലെസ് ആയതുകൊണ്ട് നോക്കാണ്ടോ. ഇത് നമ്മള് പിന്നെ പഠിക്കാണ്ടാണ് മാറിപ്പോയെന്ന് ആത്മാർത്ഥമായി പഠിച്ചിട്ട് പോയി തെറ്റിട്ട് വേറെ സബ്ജക്ട്. നോക്കിയില്ലായിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ അത് ഇങ്ങനെയാണ്, അങ്ങനെ സംഭവിച്ചു പോയി. ഞാൻ ചിലപ്പോ ഞാൻ നോട്ട് ചെയ്ത് തെറ്റിട്ടുണ്ടാവും, അങ്ങനെയായിരിക്കും. പക്ഷെ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും തെറ്റിച്ചാലും. അപ്പൊ അതിനൊന്നും എഴുതാതെ ഒന്നും വേണം. ഇപ്പൊ മനസ്സിലായില്ലേ? മറ്റേ പഠിച്ചതിന്റെ എക്സാം വന്നപ്പം അഹങ്കാരത്തോടെ പോയി എഴുതുകയും ചെയ്തു. ഞാൻ കുറെ എഴുതും, ഞാൻ കുറെ പേപ്പറൊക്കെ മേടിച്ച് കുറെ എഴുതും. അങ്ങനത്തെ സ്റ്റുഡന്റ് ഞാൻ ഇതുവരെ അങ്ങനെ ഫെയിൽ ആയിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ ഞമ്മള് ബോർഡ് എഴുതി വെച്ചിട്ട് എല്ലാ ദിവസം എഴുതി വെക്കാണ്, അല്ലെങ്കിൽ മറക്കാതിരിക്കാൻ വേണ്ടി. നേടി ഫെലോ. ഞാനൊക്കെ നമ്മളൊക്കെ കുറച്ചുകൂടി തലയിൽ ഇങ്ങനെ പ്ലാനാ. അപ്പൊ ഓരോ ഡേറ്റ് ഇനിയിപ്പോ ഈ മാസം ഡേറ്റിൽ എന്തൊക്കെയാണെന്നുള്ളത് ഏകദേശം തലയിൽ ഫീഡ് ആയിട്ടുണ്ട്. നമുക്ക് വർക്ക് വരുന്ന കാര്യമല്ലേ, അല്ല വരുന്നത് എന്തുവാണെങ്കിലും ഇപ്പൊ ചെറിയൊരു കാര്യം ആയിക്കോട്ടെ, ഇപ്പൊ എന്തെങ്കിലും ഒരു ചെറിയൊരു ഒരാളെ മീറ്റ് ചെയ്യാനാണെങ്കിലും ഞാൻ അങ്ങനെ അധികം എന്റെ ലൈഫിൽ അങ്ങനെ മറന്നിട്ടില്ല. ശരി 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 ശരി. ആൾക്കത് എഴുതി തന്നെ ഫോണിലും വാട്സപ്പിൽ എഴുതി വെച്ചിട്ടും പറ്റാണ്ടാണ് ഇപ്പൊ ബോർഡ് ബോർഡിലാണ്. ഞാൻ കണ്ടു ഇവിടെ വലിയ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ എന്താ ടുഡേ നാളെ ചെയ്യും എന്നൊക്കെ, എല്ലാം ഓക്കെ അല്ലേ എന്നൊക്കെ ഉണ്ട് അവിടെ. എല്ലാം ഓണമല്ലേ, ഞാനില്ല, കൂടെ പോണം എന്നെ. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോണ്ടിരിക്കുകയാണെങ്കിൽ ആ കാര്യം മാത്രമേ എനിക്ക് ഓർത്ത് വെക്കാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം മറക്കും. ബാക്കിയെല്ലാം ഓർമ്മ വരണമെങ്കിൽ ഞാൻ പിന്നെയും എടുത്ത് നോക്കി, അങ്ങനെയൊക്കെയാണ്. ഗജിനി പോലെയൊക്കെ അല്ലേ? പക്ഷെ അങ്ങനെ ഒരാള് കിട്ടിയില്ലേ എല്ലാം ഓർപ്പിക്കാൻ. അതാ ഞാൻ പറഞ്ഞ ഭാഗ്യാണ്. നേരത്തെ പറഞ്ഞ ഗജിനി പോലെയാണെന്നല്ലേ? ശരിയാ, ഒരു വീട് എനിക്ക് ഗജിനി ഫീൽ ഉണ്ട്. അവിടെ എവിടെയൊക്കെ എന്തൊക്കെയോ എഴുത്ത് ഫോട്ടോ ഫീൽ ഉണ്ട് വീട്. ഓക്കെ, അടുത്ത് നമ്മുടെ മാൻ MG എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ ഒരു കോംബോ ഇസ് റിയലി അടിപൊളി. നമ്മളൊരാളുടെ കൂടെ കുറേ വർഷം വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു ഓറ നമുക്ക് കിട്ടുക എന്നൊക്കെ പറയുന്നത് വലിയൊരു കാര്യമാണ്. പിന്നെ തീർച്ചയായിട്ടും ഇറ്റ്സ് ലൈക്ക് ഒരുപാട് പേർ, വളരെ വിരളം ആൾക്കാർക്ക് കിട്ടുന്ന ഭാഗ്യമാണ്. നമ്മുടെയും കൂടെ ടാലന്റും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് സ്റ്റിൽ അതൊരു എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കര ഒരു ഭാഗ്യമാണ് ആ കാര്യത്തിൽ. ഞാൻ സ്റ്റാർ സിംഗർ 2009 ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഇറങ്ങിയ ഒരു നെക്സ്റ്റ് മന്ത് തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ് സാറിൻ്റെ കൂടെ, MG ശ്രീകുമാർ സാറിൻ്റെ കൂടെയുള്ള പ്രോഗ്രാംസ്. ഈ പറഞ്ഞ പോലെ അന്ന് തുടങ്ങിയ ജേണിയാണ്. ഇത്രയും വർഷമായിട്ടും ഇടയ്ക്കൊരു ചെറിയ ബ്രേക്ക് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ സാർ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയല്ലോ ലൈവ് ഷോസിലൊക്കെ. അപ്പോൾ നമ്മൾ സാറിൻ്റെ പാട്ടുകൾ കേൾക്കുക എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. അപ്പോൾ അതേ സെയിം സോങ്സ് നമ്മൾ സാറുടെ കൂടെ അടുത്ത് നിന്ന് പെർഫോം ചെയ്യാന്ന് പറയുമ്പോൾ അതൊന്ന് ആലോചിക്കും. അതുപോലെ ഞാൻ ഷോസിനായാലും എന്നെ ആദ്യമായിട്ട് ഔട്ട് ഓഫ് ഇന്ത്യ എന്നെ കൊണ്ടുവന്ന് MG ശ്രീകുമാർ സാർ. അതൊരു വല്ലാത്തൊരു ഭാഗ്യമല്ല, ആദ്യമായിട്ട് തന്നെ. അതെ, അപ്പൊ താങ്ക് യു സോ മച്ച് സാർ. ഞാൻ എന്നും സാറിനോട് പറയാനുള്ളതാണ്. ഏത് TV ഷോസിൽ പോയാലും ഇന്റർവ്യൂസിൽ എല്ലാവരുടെ അടുത്തും ഞാൻ പറയുന്നതാണ് താങ്ക് യു സാർ എന്നുള്ളത്. അപ്പോൾ അത് ഭയങ്കര ഒരു ഭാഗ്യമാണ്. ഇപ്പോഴും സ്റ്റിൽ നമ്മളിപ്പോൾ അടുത്ത മാസം UK, അയർലൻഡ്, സ്വിറ്റ്സർലൻഡ് എല്ലായിടത്തും ട്രിപ്പ് ഉണ്ട്. അപ്പം അങ്ങനെ അതൊരു വല്ലാത്തൊരു ഭാഗ്യമാണ്. അടിപൊളി കളിക്ക്. ഇനി ഈ ഒരു ഇതിലെ ലാസ്റ്റ് ഒരു ക്വസ്റ്റൻ എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഒരുമിച്ച് ഇപ്പോൾ ഒരു മിനിറ്റെങ്കിൽ 1 മിനിറ്റ് 30 സെക്കൻഡ് 30 സെക്കൻഡ് ആണെങ്കിലും മതി, നിങ്ങൾ ഒരുമിച്ച് ഒരു പാട്ട് ഏറ്റവും അതായത് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നില്ല, ഈ സിറ്റുവേഷൻ ഇപ്പോൾ യു ഗൈസ് ആർ ഹാപ്പി, വി ഓൾ ആർ ഹാപ്പി, ഈ ടൈമിൽ ഞങ്ങൾക്ക്
ഓഡിയൻസിൽ നിങ്ങൾ രണ്ടുപേരുടെ ഒരു ചെറിയ കുറച്ച് ഡ്യൂറേഷൻ ആണെങ്കിലും ഒരു പൂമരം പാടാം. ആ ഞാൻ വെള്ളം നമുക്ക് രണ്ടുപേർക്കും രണ്ടുപേരും കൂടെ ഓക്കെ കലക്കി. ഞാനും എന്താളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. കപ്പലിലാണേ ആ കുപ്പായക്കാരി പങ്കായം പൊക്കി. ഞാനൊന്നു നോക്കി അവൾ എന്നെയും നോക്കി. 40 പേരും ശിഷ്യന്മാരും ഒന്നിച്ചു നോക്കി. ഞാനും എന്താളും ആ 40 പേരും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി. അളിയ തീർക്കല്ലേ എന്നോട് പറഞ്ഞോണ്ടിരുന്നത്. നമ്മള് കോളേജിൽ ഇരുന്ന് കമ്പോസ് ചെയ്യുമ്പോഴേ ഷിഗ ഉണ്ട് എൻ്റെ ഒപ്പം. എല്ലാവരും ചോദിക്കും ഷിഗേനെ പറ്റിയുള്ള പാടാണോ, അതെന്തായാലും അല്ല, അങ്ങനെയൊന്നും വിചാരിച്ചു. പക്ഷെ അത് രണ്ടുപേരും പറയുമ്പോൾ പെട്ടെന്ന് എനിക്കത് അങ്ങനെ ഓർമ്മ. അതെ, ഞങ്ങളാ ഗിറ്റാർ പെട്ടെന്ന് ഞാൻ ശരിക്കും ആലോചിച്ചാൽ ഞാൻ ഈ പാട്ടിനെ പാടാൻ പറഞ്ഞു. ഒരു ദിവസം ഞാൻ വരാം, ഈവനിങ് സെഷൻ നമുക്ക്. അല്ല, നല്ല ക്ലൈമറ്റ് അല്ലേ ഇപ്പൊ, അതാ ഫീല്. നല്ല മഴ, ചൂട് ചായ കുടിച്ച് മുളക് ബജ്ജിയൊക്കെ